പ്രിയമുള്ള സഹോദരന്മാരെ, ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅദ്ദൂ ലഹും മസ്തതഅ്തും ഫീ ഖുവ്വത്തിൻ. അവരെ നേരിടാൻ വേണ്ടി നിങ്ങളുടെ കഴിവിൽപ്പെട്ട എല്ലാ ശക്തിയും കെട്ടിനിർത്തിയ കുതിരകളെ നിങ്ങൾ ഒരുക്കുക. അതു മുഖേന അള്ളാഹുവിൻ്റെയും നിങ്ങളുടെയും ശത്രുവെയും അവർക്ക് പുറമെ നിങ്ങൾ അറിയാത്തവരും അള്ളാഹു അറിയുന്നവരുമായ മറ്റു ചിലരെയും നിങ്ങൾ ഭയപ്പെടുത്തുവാൻ വേണ്ടി. നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഏതൊരു വസ്തു ചെലവഴിച്ചാലും നിങ്ങൾക്കതിൻ്റെ പൂർണ്ണമായ പ്രതിഫലം നൽകപ്പെടും. നിങ്ങളോട് അനീതി കാണിക്കപ്പെടുന്നതല്ല. അപ്പോൾ അവരെ നേരിടാൻ, സത്യനിഷേധികൾ നേരിടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാ ശക്തിയും ഒരുമിച്ച് കൂട്ടുക. കെട്ടി നിർത്തപ്പെട്ട കുതിരകളെ നിങ്ങൾ ഒരുക്കുക. മനസ്സിലാക്കുക. അപ്പോൾ എല്ലാ മാക്സിമം ശക്തി നമ്മൾ സംഭരിക്കുക. സത്യനിഷേധികൾ എന്ന് പറയുമ്പോൾ ഞങ്ങൾ അമുസ്ലിങ്ങളാണെന്ന് കരുതരുത്. സത്യത്തെ നിഷേധിക്കുന്നു, സത്യം മറന്നിട്ടും നിഷേധിക്കുന്നു. ഇപ്പോൾ ഈയുള്ള പരനോമിവാദക്കാരനാണ് നിങ്ങൾക്ക് അറിയാമല്ലോ. പരനോമിക്കുള്ള തെളിവുകളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും ചില ആൾക്കാർ മനഃപൂർവ്വം നിഷേധിക്കും. എല്ലാ തെളിവുകളും നമ്മൾ ഇട്ട് കൊടുക്കാറുണ്ട്. പക്ഷെ അവർ ഉൾക്കൊള്ളില്ല. കാരണം എന്താണ്? അധികവരും സർക്കാർ ജീവനക്കാരാണ്. അവർക്ക് ജോലി നഷ്ടപ്പെടും. പരനോമി വിശ്വസിച്ച് കഴിഞ്ഞാൽ അവരുടെ ജോലി നഷ്ടപ്പെടും. ഇപ്പം അധ്യാപകന്മാരൊക്കെ ആണെങ്കിൽ അവർക്കത് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം അവർക്ക് ഉരുണ്ടപോയി പഠിപ്പിച്ചേ പറ്റൂ ക്ലാസ്സിൽ. അതിനാണ് അവർക്ക് ശമ്പളം കൊടുത്തിട്ട്. അവരുടെ പടയാളികളാണ് നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ. ഇല്ലുമിനാറ്റികളുടെ പടയാളികളാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ. അധ്യാപകരാകട്ടെ, പോലീസുകാരാകട്ടെ, ജഡ്ജിമാരാകട്ടെ, ഡോക്ടർമാരാകട്ടെ. ഇല്ലുമിനാറ്റികൾ എന്ത് തീരുമാനിക്കുന്നു അതാണ് അവിടെ നടപ്പിലാക്കുക. അവരിവിടെ ഫ്രീമാസൺസ് ക്ലബ്ബുകൾ വെച്ചിട്ട് പല ചർച്ചകളും നടത്തുന്നുണ്ട്. ഓരോ മാസത്തിലേക്കും വേണ്ട നിർദ്ദേശങ്ങൾ, കാര്യങ്ങൾ. ജമാഅത്ത് ഇസ്ലാമിയിൽ ഈ യോഗം, മാസാന്ത യോഗത്തിൽ പല സിനോപ്സിസ് കൊടുക്കും. ഓരോ മാസം ചെയ്യേണ്ട കാര്യങ്ങൾ പലതും. പലിശ ചെയ്ത് യോഗം നടത്തണം, മറ്റൊരു പൊതുയോഗം നടത്തണം, അതുപോലെ തന്നെ കാട് വെട്ടണം. ഇങ്ങനെ പല നിർദ്ദേശങ്ങൾ നടത്താറുണ്ട്. ഒരാൾ രണ്ടുപേരെ ജമാഅത്ത് ഇസ്ലാമിലേക്ക് കൊണ്ടുവരണം, അനുഭാവിയാക്കണം. അതുപോലെ പുസ്തകം എത്തിക്കണം, ആരാമം വിജയിപ്പിക്കണം, ആരാമം ക്യാമ്പയിൻ വിജയിപ്പിക്കണം, പ്രബോധനം വാരികളുടെ വരിക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കും. ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ സിനോപ്സിസ് അയക്കും. അതുപോലെ തന്നെ ഇല്ലുമിനാറ്റികൾ മാസം ഈ ക്ലബ്ബുകൾ, അവർക്ക് പല പേരിലും ക്ലബ്ബുകളുണ്ട്. ലയൺസ് ക്ലബ്ബ്, അങ്ങനെ പല ക്ലബ്ബുകളും അവർക്കുണ്ട്. അവിടെ വെച്ച് വലിയ ക്യാമന്മാരെല്ലാം ഒരുമിച്ച് കൂടി പല കാര്യങ്ങളും തീരുമാനിക്കും. ഈ മാസം അല്ലെങ്കിൽ 6 മാസത്തേക്ക് എന്തൊക്കെ ചെയ്യണം, നമ്മുടെ നാട്ടിൽ എന്തൊക്കെ ചെയ്യണം. അങ്ങനെയാണ് ഓരോ നിയമങ്ങൾ നടപ്പിലാക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാമല്ലോ, നമ്മുടെ ഹെൽമെറ്റ് നിരോധനം നടപ്പിലാക്കിയത് അല്ലേ. പണ്ടൊന്നും ഹെൽമെറ്റ് നിരോധനമില്ലായിരുന്നു. ഇഷ്ടമുള്ളവർക്ക് വെച്ചാൽ മതി. പിന്നെ ഹെൽമെറ്റ് നിരോധനം എങ്ങനെ വന്നു? ഒരാളെ ആക്സിഡൻറ്റ് പറ്റി മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ മരിച്ച ആളും കൊണ്ട് ആരും ആസ്പത്രിയിൽ കൊണ്ടുപോകില്ല. എൻ്റെ മകൻ മരിച്ചു, അവൻ്റെ കാല് പൊട്ടിയതൊന്ന് ശരിയാക്കി തരണം. മരിച്ച ആളെ കാല് പൊട്ടിയിട്ടുണ്ട്, കാല് പ്ലാസ്റ്റർ അടിക്കണം, അല്ലെങ്കിൽ താടിയിൽ പൊട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആരും ആസ്പത്രിയിൽ കൊണ്ടുപോയി. കാരണം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെ എന്ത് ചെയ്യും? ദഹിപ്പിക്കും അല്ലെങ്കിൽ മണ്ണിൽ മറവ് ചെയ്യുകയോ ചെയ്യും. ആലോപ്പതി മാഫിയക്ക് വരുമാനമില്ല. ഒരാൾ മരിച്ചു കഴിയാം. മരിക്കാതെ കിട്ടണമെങ്കിൽ എന്ത് വേണം? ഹെൽമെറ്റ് വെക്കണം അല്ലേ. സാധാരണ ആക്സിഡൻറ്റ് പറ്റിയാൽ തലയിടിച്ച് വീഴും. സാധാരണ ഉള്ളവനും ഒരിക്കൽ നായി കൊടുക്കുക ചാടിയപ്പം ബൈക്കിൽ നിന്ന് വീണ് തലയടിച്ച് വീണു. ഹെൽമെറ്റ് തെറിച്ചു പോയി. ഹെൽമെറ്റിന് ക്ലിപ്പൊന്നും ഇടാറില്ലായിരുന്നു. തെറിച്ചു പോയി, തലയടിച്ച് വീണു. വീഴ്ച പതുക്കെ ആയതുകൊണ്ട് വലിയൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പം കുറച്ച് ശക്തിയിലാണെങ്കിൽ തലയടിച്ച് വീഴും, മരണപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒരു വ്യക്തി മരിക്കാൻ പാടില്ല. തങ്ങൾക്ക് വരുമാനം കിട്ടണം. അലോപ്പതി മാഫിയക്ക് വരുമാനം കിട്ടും. അതിനു വേണ്ടി അവർ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ് ഈ ഹെൽമെറ്റ് നിർബന്ധം. അതിനു വേണ്ടി ഏതോ സ്ത്രീയെ പിടിച്ചു. ഏതോ സ്ത്രീയുടെ മകൻ മരണപ്പെട്ടിരുന്നു. അങ്ങനെ സ്ത്രീ എന്തെങ്കിലും കേസ് കൊടുത്തു. സർക്കാർ ഹെൽമെറ്റ് നിർബന്ധമാക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ എൻ്റെ മകൻ നഷ്ടപ്പെടില്ല എന്നൊരു കേസ് കൊടുത്തു. ആ കേസ് വിജയിക്കുകയും ഹെൽമെറ്റ് നിർബന്ധമാക്കുകയും ചെയ്തു അല്ലേ.
ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഒരു ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഒരു കത്രി കുടുങ്ങിയിട്ട് ഒരു സ്ത്രീയുടെ സാജിദ എന്ന പേര് പെണ്ണിൻ്റെ ഗർഭിണിയുടെ വയറ്റിൽ കത്രി കുടുങ്ങി ഒരുപാട് വർഷം 5-8 വർഷത്തോളം വേദന സഹിച്ചു. പിന്നെ പടുത്താണ് കത്രി ആ വയറ്റിലുണ്ടെന്ന് കണ്ടെത്തിയത്. അങ്ങനെ ഡോക്ടർക്കെതിരെ കേസ് കൊടുക്കുകയും യാതൊരു ഫലവും കിട്ടിയിട്ടില്ല. പിന്നെ ആ സ്ത്രീ ആശുപത്രിക്ക് മുമ്പിലും സത്യാഗ്രഹം ഇരുന്നു, നിരാഹാരം ഇരുന്നിട്ടൊന്നും യാതൊരു തീരുമാനവുമായിട്ടില്ല. ഇങ്ങനെ വർഷങ്ങളായിട്ട് ഈ സത്യാഗ്രഹവും നിരാഹാരമായിട്ട് ഇരിക്കുന്നവർക്കൊന്നും യാതൊരു തീരുമാനവും ആവുന്നില്ല. കേസും കൂട്ടത്തിനിടും പോയി യാതൊരു തീരുമാനവുമായില്ല. ഇങ്ങനത്തെ കുറച്ച് ഏഴാംകുഴിയെ പെട്ടെന്ന് സുപ്രഭാതത്തിൽ കേസ് കൊടുക്കുകയും എളുപ്പം നടപ്പിലാക്കുകയും ചെയ്യുന്നു. ബോബി ചെമ്മണ്ണൂരിനെ കുറിച്ച് അറസ്റ്റ് ചെയ്തില്ല. എന്താ കാരണം? അയാൾ ലോട്ടറി തുടങ്ങി, ബോച്ചേട്ടി ലോട്ടറി തുടങ്ങി. അത് ഇവിടുത്തെ ലോട്ടറി മാഫിയക്ക് ഇഷ്ടപ്പെട്ടില്ല. നമ്മുടെ സർക്കാരും എന്താണ് ലോട്ടറിയിൽ കൂടെയും മദ്യത്തിലൂടെ മെയിൻ വരുമാനം നേടുന്നത്. യുണൈറ്റഡുകൾക്ക് അതാണ് ആവശ്യം. ജനങ്ങൾ ലോട്ടറി സ്വീകരിക്കണം. മാക്സിമം തിന്മകൾ സമൂഹത്തിൽ എന്തൊക്കെ നന്മയിലേക്കൊന്നും മനുഷ്യർ പോകാൻ പറ്റും, തിന്മകളിലേക്ക് സഞ്ചരിക്കാം. അപ്പോൾ ലോട്ടറി ഒക്കെ ആകുമ്പോൾ എന്താവും? ജനങ്ങൾ അധ്വാനിക്കില്ല. ജനങ്ങൾ അധ്വാനിക്കാവുമ്പോൾ നമ്മുടെ രാജ്യം തകരും. പക്ഷേ ഒരു നാട്ടിൽ ജനങ്ങൾ അധ്വാനിക്കുമ്പോഴാണ് നാട്ടിൽ പിന്നെ വരുമാനം ഉണ്ടാവുകയുള്ളൂ. എല്ലാവരും ലോട്ടറിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ എല്ലാവരും മടിയന്മാരാവും, രാജ്യം തകരും. അതാണ് ഇല്ലുമിനാറ്റികൾക്ക് ആവശ്യം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ പരന്ന ഭൂമിയെ പറ്റി എന്ത് പറഞ്ഞു കൊടുത്താലും ഇവർ സ്വീകരിക്കില്ല. കാരണം ഇവരൊക്കെ സർക്കാരിൻ്റെ പാവകളാണ്, കളിപ്പാവകളാണ്. സർക്കാർ ആടണം എന്ന് പറഞ്ഞാൽ ആടും, പാടണം എന്ന് പറഞ്ഞാൽ പാടും. അല്ലേ? നിഴൽപ്പാവകളല്ലേ. ചരട് പാവകൾ. പണ്ടൊക്കെ ചരട് നാടകമുണ്ടായിരുന്നു. മുകളിൽ നിന്ന് ചരട് കൊണ്ട് പാവയെ നിയന്ത്രിക്കും. അതുപോലെ ഇല്ലുമിനാറ്റി എന്ന പാവകൾ നിയന്ത്രിക്കുന്ന ചരട് പാവകളാണ് നമ്മുടെ സർക്കാർ ജീവനക്കാരും പിന്നെ ഉദ്യോഗസ്ഥരും ജഡ്ജിമാരും ഒക്കെ മന്ത്രിമാരൊക്കെ. അവർ ഇല്ലുമിനാറ്റികൾ എന്ത് തീരുമാനിക്കുക അതേ നടപ്പിലാവുകയുള്ളൂ. ഇപ്പോൾ ഇവിടെ നമ്മൾ ശരിക്കും പത്രങ്ങളൊക്കെ വായിക്കുമ്പോൾ ശരിക്കും ഉള്ളോട്ടിറങ്ങി വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇല്ലുമിനാറ്റി എന്ന ശക്തി ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഒന്നും നടപ്പിലാവാത്തത്, ഒരു കാര്യങ്ങളും നടപ്പിലാവാത്തത്. ഇനി എന്തെങ്കിലും ഒരു ദിവസം അനുകൂല വിധി, എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട വിധി വന്നാൽ പിറ്റേന്ന് തന്നെ അതെന്ത് ചെയ്യും, അത് പ്രതികൂലമായിട്ട് വിധി വരുന്നത് കാണാം. ഒക്കെ ഈ ഇല്ലുമിനാറ്റികൾ ലോകത്ത് ഭരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, അപ്പം ഈ കെട്ടി നിർത്തപ്പെട്ട കുതിരകളെ നിങ്ങൾ ഒരുക്കുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, പരന്നഭൂമിയെ പറ്റി ഇങ്ങനെ പരന്നവിവാദക്കാരനാണല്ലോ, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, കഴിയുന്നിടത്തോളം ചിത്രങ്ങൾ, തെളിവുകൾ എൻ്റെ ഫോണിലുണ്ട്. ഒരു 300ഓളം ചിത്രങ്ങൾ, പരന്നഭൂമിക്ക് തെളിവായിട്ടുള്ള ചിത്രങ്ങൾ എൻ്റെ ഫോണിൽ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. എനിക്ക് ഇതിൻ്റെ മുമ്പത്തെ ഫോണിലും ഉണ്ടായിരുന്നു. എൻ്റെ മുമ്പത്തെ ഫോൺ വെച്ചാൽ അത്രയ്ക്കൊന്നും ഫെസിലിറ്റി ഇല്ലാത്ത, സ്പേസ് ഇല്ലാത്ത ഫോണായിരുന്നു. എളുപ്പം ഹാങ്ങായി പോകുന്ന ഫോണാണ്. എന്നിട്ട് പോലും ഞാൻ 100-300ഓളം ചിത്രങ്ങൾ മായ്ക്കാതെ വെച്ച്, സ്വന്തം ഫാമിലി ചിത്രങ്ങളൊക്കെ വേഗം മായ്ച്ച് കളയും. എന്നിട്ട് പോലും ഈ പരന്നഭൂമിയെ കുറിച്ചുള്ള ചിത്രങ്ങൾ ഞാൻ മായ്ക്കാറില്ല. കാരണം അതാണ് എൻ്റെ ആയുധം, മനസ്സിലായില്ലേ? പരന്നഭൂമിയെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ ഡോമുണ്ട് എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഡോം ഉള്ളതിനെ തെളിവായിക്കൊണ്ട് ചിത്രം ഇട്ട് കൊടുത്താൽ എളുപ്പം സ്വീകരിക്കും. ശരി, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പരന്നഭൂമിയാണെങ്കിൽ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ബുർജ് ഖലീഫ കാണേണ്ടെന്ന ചോദ്യത്തിനും മറുപടി ആയിക്കൊണ്ട് ഞാനിങ്ങനെ വായിട്ടലച്ചുകൊണ്ട് കാര്യമില്ല. മറിച്ച് 80 മൈൽ അകലെയുള്ള മിൽവാക്കിയിലത്തെ ബിൽഡിങ് കാണുന്നുണ്ട് എന്നുള്ള ചിത്രം ഇട്ടുകൊടുത്താൽ പിന്നെ ചോദ്യങ്ങളവിടെ അവസാനിക്കുക. അപ്പോൾ ചിത്രത്തിന് ഭയങ്കര ശക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, പരമാവധി ചിത്രങ്ങൾ അത് ഫ്ലാറ്റ് എർത്ത് മറ്റ് ഫേസ്ബുക്ക് ഫ്ലാറ്റ് എർത്ത് ഗ്രൂപ്പിൽ നിന്ന് ഞാൻ ശേഖരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇൻ്റർനെറ്റിൻ്റെ കോർണർ ഓഫ് ക്ലവറിലും അങ്ങനെ ഒരുപാട് ചിത്രങ്ങളുണ്ട്. അതൊക്കെ ശേഖരിച്ച് ഞാൻ ഫോണിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്, പല ലിങ്കുകളും ഒക്കെ. അപ്പം അതുകൊണ്ട് എന്തെങ്കിലും ചർച്ച വേഗം അവസാനിപ്പിക്കാൻ കഴിയും, എളുപ്പം അവരെ ബോധിപ്പിക്കാൻ കഴിയും. മറ്റേത് ഇങ്ങനെ ചർച്ച നീണ്ടു പോകാൻ അല്ലാണ്ട് യാതൊരു ഫലവുമുണ്ട്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, 100-300ഓളം ചിത്രങ്ങൾ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ആധുനിക കാലത്ത് നമ്മുടെ ഈ കെട്ടി നിർത്തപ്പെട്ട കുതിരകളും ശക്തികളും ഒക്കെ എന്തൊക്കെ ഇതാണ് ഈ സോഷ്യൽ മീഡിയയിലെ ചിത്രങ്ങൾ, അതുപോലെ ലിങ്കുകൾ, അതുപോലെ അറിവുകൾ, പരമാവധി അറിവുകൾ നേടാം. അപ്പം നമുക്കാണല്ലോ കാസിം ഉസ്താദ്, അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങൾ എഴുതി.
അതിലൊക്കെ ഒരുപാട് അദ്ദേഹം തെളിവുകളും കാര്യങ്ങളും ഫോട്ടോസും ലിങ്കുകളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും സ്ഥലങ്ങളൊക്കെ അദ്ദേഹം പോയി കണ്ടോ, ഈ കുറഞ്ഞ കാലത്തിൻ്റെ ഉള്ളിൽ കണ്ടോ എന്ന് ചോദിക്കും. ഒരിക്കലുമില്ല. മറിച്ച് അദ്ദേഹം ഒക്കെ ഗൂഗിളിൽ നിന്നുമൊക്കെ എടുക്കുന്നതാണ്. ഗൂഗിൾ ഇല്ലുമിനാറ്റിയുടെ ആണ്. എന്നിരുന്നാലും ചിലരെല്ലാം നമ്മൾ വരികൾക്കുള്ളിലൂടെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇല്ലുമിനാറ്റി എന്ന ആ കാബാലിക ശക്തികളെ പറ്റി മനസ്സിലാക്കാൻ കഴിയും. അവർ പരമാവധി അവരെക്കുറിച്ചുള്ള അറിവുകൾ പരമാവധി ഗൂഗിളിൽ നിന്നും യൂട്യൂബിൽ നിന്നൊക്കെ നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ജനങ്ങളിൽ മറച്ചു വെച്ചിരിക്കുക. പക്ഷെ എന്നിരുന്നാൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പലതും കണ്ടെത്താൻ കഴിയും. ശരിക്കും ബുദ്ധിപൂർവ്വം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഇല്ലുമിനാറ്റി എന്ന ശക്തി ലോകത്തുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പത്രം തന്നെ ശരിക്കും ഒന്ന് വായിച്ചു കഴിയാം. പത്രങ്ങൾ തന്നെ വരികൾക്കിടയിലൂടെ വായിച്ചു കഴിഞ്ഞാൽ ഇല്ലുമിനാറ്റി എന്ന ശക്തി ഉണ്ടെന്ന് നമുക്ക് എളുപ്പം ബോധ്യമാക്കാൻ കഴിയും. നമുക്ക് ശപിക്കപ്പെട്ട ഇല്ലുമിനാറ്റികൾ, ചെകുത്താൻ്റെ സൈന്യമായ ഇല്ലുമിനാറ്റിയുടെ ശക്തിയെ പരിപൂർണമായി നശിപ്പിക്കുന്ന തമ്പുരാന്, ഭൂമിയിൽ പരമാവധി നാശമുണ്ടാക്കുന്ന ആ ശക്തികളെ എത്രയും പെട്ടെന്ന് നശിപ്പിക്കുന്ന തമ്പുരാൻ, അവർക്ക് ഇനി ഒരിക്കലും അവസരം കൊടുക്കല തമ്പുരാൻ. അവർ ശപിക്കപ്പെട്ട ഇബ്ലീസും ദജ്ജാലിനും അവരുടെ തലതൊട്ടപ്പന്മാരായ ഇബ്ലീസും ദജ്ജാലിനും പരിപൂർണമായ ശിക്ഷ കൊടുത്ത് എത്രയും പെട്ടെന്ന് നശിപ്പിക്കുന്ന തമ്പുരാനെ, നിന്റെ അടിമകളായ നിന്റെ ദാസന്മാർക്ക് പണ്ടത്തെ പോലെ പ്രവാചകന്റെ കാലത്തുള്ള ജനങ്ങളെ പോയിട്ട് അത്രക്കും ഈമാനും ശക്തിയും ഒന്നുമില്ല തമ്പുരാനെ. അതുകൊണ്ട് നമ്മളതിനെ കൂടുതൽ പരീക്ഷിക്കില്ല തമ്പുരാനെ. നമുക്ക് അവരെ നേരിടാൻ പറ്റിയ കരുത്തൊന്നുമില്ല തമ്പുരാനെ. അതുപോലെ അമേരിക്കയിൽ ഒക്കെ അയച്ച കാട്ടുതീ പോലത്തെ അതിശക്തമായ തീ അയച്ചുകൊണ്ട് ശപിക്കപ്പെട്ട ഇബ്ലീസും ദജ്ജാലിനും കൂട്ടാളികളും ഇല്ലുമിനാറ്റികളും പരിപൂർണമായി നശിപ്പിക്കുന്ന തമ്പുരാനെ. ആമീൻ.